ബാപ്പാന്റെ പൊരുത്തം വേണോ, ഉമ്മാന്റെ പൊരുത്തം വേണോ? ഇത് പറയലോടെ പറയാണ്. മക്കളെ പൊരുത്തം ബാപ്പാക്കും വേണം, ഉമ്മാക്കും വേണം. ഉമ്മാന്റെയും ബാപ്പാന്റെയും പൊരുത്തം മക്കൾക്ക് വേണമെന്ന് മാത്രമല്ല, മക്കളെ സന്തോഷിപ്പിക്കുന്ന, മക്കളെ സന്തോഷം, മക്കളെ തൃപ്തി ഒക്കെ വേണോ? ഈ അടുത്ത് ഞാനൊരു സ്ഥലത്ത് വേദന പോയി, സ്ഥലത്തിന്റെ പേര് പറയില്ല. ഒരു കടലാസ്, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഒരു കടലാസ് വന്നു. അവസാന സംഭാവന ഇങ്ങനെ ചോദിക്കുമ്പോ ദുആ ചെയ്യണേ. ആ കടലാസിലുണ്ട്, എന്റെ ബാപ്പാക്ക് കള്ളു കുടിക്കണ സ്വഭാവം ഉണ്ട് ഉസ്താദേ, ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി 3000 രൂപ ഞാൻ സംഭാവന തരാം, ഉസ്താദ് ദുആ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അവിടെ എന്ത് ചെയ്തില്ല, കള്ളുകൂടിന്ന് വായിച്ചില്ല. ഞാൻ പറഞ്ഞു ഇത് വേറെ സ്ഥലത്ത് വായിച്ചോളാം, ഞാൻ ഈ കടലാസ് ഞാൻ കീശയിൽ വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് വായിക്കാന്ന് പറഞ്ഞു. ആ മകളെ സങ്കടത്തിലുണ്ടാവും, ആ മകളെ സങ്കടത്തിലുണ്ടാവും. ബാപ്പ കള്ളു കുടിച്ച് നടക്കുകയാണ്. നിങ്ങൾക്കൊന്നും ഇപ്പൊ ഇത് മനസ്സിലാവൂല, കാരണം ഈ ഭാഗത്തൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ട് എത്രയോ സ്ഥലങ്ങളിൽ. മക്കളെ കാണിച്ചിട്ട് പറയാണ്, അതാരും ചോദിച്ചാൽ അതാ കുടിയന്റെ മോൻ എന്ന് പറയാം. ആ കുടിയന്റെ മോ എത്ര നിസ്കരിച്ചിട്ട് 1-ാം സഫിൽ നിന്നാലും പറയലെന്താ ബാപ്പ, നിങ്ങളെ മോന് 1-ാം സഫിൽ വന്ന് നിൽക്കുന്ന മോനാണെങ്കിൽ പോലും പറയലെന്താ, അത് നമ്മൾ ആ കുടിയന്റെ മോനാണെന്നാ പറയാ. നിങ്ങളെ മകള് തഹജ്ജുദ് നിസ്കരിക്കുന്ന മോളാണെങ്കിൽ പോലും ആ മകളെ കാണിച്ചിട്ട് പറയല് കുടിയന്റെ മോള് എന്നാണ്. ഇത് ഒരു മകന് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഒരു മകൾക്ക് സഹിക്കാൻ കഴിയുമോ? ആ മക്കൾക്ക് വലിയ പ്രയാസമല്ലേ ബാപ്പയൊരു കള്ളുകുടിയനായാൽ. ഇങ്ങനെ വഅദിന് പോയപ്പോൾ അവിടെ നിന്ന് സംഭാവന തന്നിട്ട് ദ്വാരക്കാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട. ഓ മക്കളെ, എന്റെ ജേഷ്ഠാനുജന്മാരെ, പറയട്ടെ, ഉമ്മാനെ ബഹുമാനിക്കണം, പാപ്പാനെ ബഹുമാനിക്കണം. ഉമ്മാന്റെ മനസ്സിനൊരു കുറവും വരുത്തിക്കൂടാ, ബാപ്പാന്റെ മനസ്സിനൊരു കുറവും വരുത്തിക്കൂടാ. ഭാര്യമാരെ വാക്ക് കേട്ട് ഉമ്മാനോട് എടുത്തു ചാടുന്ന സ്വഭാവം കാണിക്കുന്ന ചില മക്കളില്ലേ, അത് നിങ്ങളുടെ ഭാവിയെ തന്നെ തകർത്ത് കളയുകയാണ്, ഒരു സംശയവും വേണ്ട. വേറെ ചില സ്ത്രീകൾ മനസ്സിലാക്കണോ, എന്റെ ഭർത്താവിന് ദീർഘായുസ് വേണോ എന്ന് ചില സ്ത്രീകൾ മനസ്സിലാക്കണോ. ഇനി ഞാൻ പറയാൻ പോകുന്ന സ്വഭാവമുള്ള സ്ത്രീകളുണ്ടോ എന്റെ സദസ്സില്? അവരെ ഭർത്താക്കന്മാര് പെട്ടെന്ന് മരിക്കുന്നവരാണ് കേട്ടോ. ഈ പ്രദേശത്ത് എന്റെ വാല് കേൾക്കുന്ന സ്ത്രീകളുണ്ടോ? എന്റെ വാല് കേൾക്കുന്ന ഉമ്മപെങ്ങന്മാരുണ്ടല്ലോ, സഹോദരിമാരുണ്ടല്ലോ. ചെയ്യുമ്പോൾ കുറെ കാര്യം ശ്രദ്ധിക്കണ്ടേ ഉമ്മമാരെ? അതേ, ഈ പറയാൻ പോകുന്ന സ്വഭാവം, ആ സ്വഭാവം നിങ്ങളിലുണ്ടോ? നിങ്ങളുടെ ഭർത്താക്കന്മാര് കുറെ കാലമൊന്നും ഇവിടെ ജീവിക്കൂല. ഏത് സ്വഭാവമാണ്? സ്വന്തം മരുമകൾ അമ്മായിമാനെ എപ്പോഴും മനസ്സ് വേദനിപ്പിക്കുന്ന സ്വഭാവം. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? അങ്ങനെ വരുമ്പോ എന്താ ഉണ്ടാവുക? മരുമകൾക്ക് അമ്മായിമാനോട് തീരെ ബന്ധമില്ല, തീരെ സ്നേഹമില്ല. കുറവുകൾ ഉണ്ടാവുപ്പാ. കുറവുകളില്ലാത്തവരാരാ? എല്ലാവർക്കും കുറവുണ്ടാവും. എല്ലാം തികഞ്ഞ അമ്മായി എന്ന് പറയാനില്ല, എല്ലാം തികഞ്ഞ മർമോളെന്ന് പറയാനില്ല. മർമോളിന്റെ അടുത്ത് കുറെ കുഴപ്പമുണ്ടാവും, അമ്മായിമാന്റെ അടുത്ത് കുറെ കുഴപ്പമുണ്ടാവും. അത് ദയവ് ചെയ്ത് മക്കളെ നിരിച്ചിട്ട്, ഏത് ആണുമക്കളെ നിരിച്ചിട്ടുണ്ടല്ലേ, ഒന്ന് ഐക്യത്തിൽ പോണം എല്ലാ അമ്മായിമ്മമാരും മരുമക്കളും. ഇനി വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആണുങ്ങളോട് മാത്രം പറഞ്ഞ പോരല്ലോ, കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരോട് ഞാൻ പറയാം, വീട്ടിൽ ഏറ്റവും വലിയ ഈ താഴ്ന്ന പെണ്ണുങ്ങന്മാർ ആരെന്നറിയാം? താഴ്ന്ന പെണ്ണുങ്ങന്മാര് ആര്? പുരയിൽ നടക്കുന്ന എല്ലാ വിഷയം ആണുങ്ങളെ കാത് കൂതുന്ന കുറെ പെണ്ണുങ്ങൾ, ഓരാണ് ഏറ്റവും താഴ്ന്ന പെണ്ണുങ്ങൾ. അതിനിപ്പോ ഡിഗ്രി ഒന്നും വേണ്ട, +2 ഒന്നും വേണ്ട, വലിയ എഡ്യൂക്കേഷൻ, സയൻസും MBBS-ഉം MBA-യും MCOM-ഉം പിന്നെ നിങ്ങൾ PUC-യും അതൊന്നും വേണ്ട. കോമൺ സെൻസ് ഉണ്ടായാൽ മതി. കോമൺ സെൻസ് എന്ന് പറഞ്ഞാല് വിവേകം, തന്റേടം. അത് വയസ്സായാലൊക്കെ കിട്ടും. അങ്ങനെയാണ്, അത് വേണം. അതില്ലാതെയായി പോവാണ്. എന്താ കാരണം? ഉമ്മ, ഞാൻ ഇത് കേൾക്കണ എല്ലാ ഉമ്മ പെങ്ങന്മാരോട് പറയാം, വീട്ടിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിലും ചില പെണ്ണുങ്ങൾക്ക് ഒരു സുഖമാണ്, വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആണുങ്ങൾ.
വന്ന ഉടനെ എന്നും കോമ്പറ്റീഷൻ പോരന്റെ ഉള്ളിൽ. ആദ്യം പോയിട്ട് പരാതി പറയുന്ന ആര്? മാമിയ മരുമോള, മാമിയ മരുമോള, മാമിയ മരുമോള. രണ്ടാളും റെഡി ആയിട്ട് നിൽക്കുന്നു. മോൻ വരാൻ വേണ്ടി കാത്തിരിക്കുമോ? മകന്റെ ഭാര്യയെ കുറിച്ച് മകനോട് പരാതി പറയാൻ അവളും കാത്തിരിക്കുകയാണ്, ഭർത്താവ് വരാൻ. ഉമ്മാനെ കുറിച്ച് നാണോ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. നാണോ. അതുകൊണ്ടാണ് ഇതാലം തസ്തഹി ഫസ്നാമി മാഷേ, നിനക്ക് ചങ്കില്ലേ എന്ത് വേണമെങ്കിൽ ആയിക്കോ. പിന്നെ ചങ്കില്ലെങ്കിൽ ഒരുത്ത നക്കനെ റോഡില് ഡ്രസ്സെല്ലാം മാറ്റിട്ട് ഡ്രസ്സും വേണ്ട, എപ്പോഴും ഡ്രസ്സ് ഇട്ട് നടക്കാണ്. ഓന്റെ മനസ്സിലൊരാഗ്രഹം, ഇന്ന് ഡ്രസ്സ് ഒന്നും വേണ്ട, ഞാൻ അലക്ക നക്കന്നെ നടക്കുന്ന കുപ്പായല്ലോ അയച്ച് അങ്ങനെ തന്നെ പോയി. ഓങ്ക് അങ്ങനെ തോന്നി. എന്തേ പോയി നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമല്ല. ഓങ്ക് അങ്ങനെ തോന്നി, ഓൻ പോയി. അതിന് പറയൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയലെന്താ? നാണല്ല, ചങ്കയില്ല. അങ്ങനെ ഓൻ പോയി. ഞാനിപ്പോ ഞങ്ങളെ കൂട്ടത്തിലുള്ള കാര്യം പറയാണ്. അങ്ങനെ ഓൻ പോയി. അല്ലെങ്കിൽ എന്തും ചെയ്യും മനുഷ്യൻ. അങ്ങനെയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല വീട്ടിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ഏറ്റവും നല്ല വീട്ടിലെ സ്ത്രീകൾ ആരെന്ന് ചോദിച്ചാല് ഇവര് എന്ത്, അവർക്കിടയിൽ എന്ത് ആയിട്ടുണ്ടെങ്കിലും ആണുങ്ങളെ കാത് കൂടാൻ പാടില്ല. ആണുങ്ങൾക്ക് ആ ടെൻഷൻ കൊടുക്കും. അല്ലെങ്കിൽ എന്നെ ഓരോ തലയിൽ നൂത്തെട്ടുണ്ട്. എന്ത് നൂത്തട്ടില്ലേ? ഒരുത്തരത്തിന്റെ മുഖം കാണുമ്പോ തന്നെ ഉണ്ട് ടെൻഷൻ ആയിരിക്കണം. ഓരോരുത്തർക്കും ടെൻഷൻ ഉണ്ട്. അള്ളാഹ് വിഷമങ്ങളൊക്കെ മാറ്റി തരട്ടെ. ഇല്ല, ഒരാൾ എനിക്ക് പറയാം എനിക്ക് ടെൻഷൻ തന്നെ ഇല്ല, അതും ടെൻഷൻ തന്നെ പോകും. ടെൻഷൻ ഇല്ല, അള്ളാഹ് വിഷമങ്ങളെ ഹാജാതങ്ങളെ വർക്കത്തുകൊണ്ട് മാറ്റി തരട്ടെ, അല്ലെ? അപ്പൊ നൂത്തെട്ട് തലവേദനയുണ്ട്, ടെൻഷൻ ഉണ്ട്, പ്രയാസം ഉണ്ട്. ഞാൻ വെറുതെ പറയല്ല. എന്താ പ്രയാസം? ഒക്കെ പ്രയാസം. മോളെ കെട്ടിച്ചയച്ച കട ഇതുവരെ തീർന്നിട്ടില്ല. ഞമ്മ ഇയാളിങ്ങനെ ടിപ് ടോപ്പ് ഇങ്ങനെ നടക്കുമ്പോ ഞങ്ങൾ വിചാരിക്കുന്ന കുറെ കെട്ട് ബാക്കി ഉണ്ടെന്നല്ലേ. ചില മനുഷ്യന്മാർ അങ്ങനെയാണ്. ഓരോ കയ്യിൽ പൈസ തീർന്നാലും ഒരു ടിപ് ടോപ്പ് നടത്താൻ വിടാൻ പറ്റൂല. അത് ഇസ്സത്തിന്റെ വിഷയല്ലേ. അതുകൊണ്ട് ഒരിപ്പോഴും ടിപ് ടോപ്പ് എന്നായിട്ട് നടക്കും. പക്ഷേ പൈസ എന്തില്ല, പർസ് നോക്കിയാൽ ഒന്നും ഉണ്ടാവൂല. എന്നാൽ ഈ തലവേദനയൊക്കെ പുറത്തു നടക്കുന്ന ഈ ആണുങ്ങൾ പാവം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ വെറുതെ പറയണം. അതിന് പുറമേ ഇയാൾക്ക് 2 ബ്ലോക്കും ഉണ്ട്. എന്ത് ബ്ലോക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആ ബ്ലോക്കാ? അതൊന്നും അത് തിരക്കിടില്ല എന്ന് പറയാ. ഹാർട്ടിൽ 2 ബ്ലോക്ക് മനുഷ്യന്മാരെ, ബ്ലോക്കും ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. തലവേദന വേറെ, ഇതൊക്കെ വേറെ. അതിന്റെ ഇടയ്ക്ക് പ്രഷറും വേറെ, ഷുഗറും വേറെ. എന്നാ ഞാൻ പറയട്ടെ, ഇതൊക്കെ ഉണ്ടാകുമ്പോ വീട്ടിലെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടെന്നറിയോ? ഏത്? ഈ മകൻ തരുന്ന ഭക്ഷണത്തോടൊരു കൂറുണ്ടെങ്കിൽ ഉമ്മമാർ കേൾക്കാൻ വേണ്ടി പറയാം. മകന് നെയ്ച്ചിട്ട് തരുന്ന ചോറിൽ നിങ്ങൾക്കൊരു കൂറുണ്ടോ മോനോട്? അത് തിന്നാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന്, സ്വന്തം ഭർത്താവ് പ്രയാസപ്പെട്ടിട്ട് ത്യാഗം സഹിച്ചിട്ട് ഓടി നടന്നിട്ട് അധ്വാനിച്ചിട്ട് കൊണ്ടുതന്ന് നിങ്ങൾക്ക് വീട്ടിൽ സുഖമായിട്ട് തിന്നാൻ വേണ്ടി തരുന്ന ചോറ്, ആ ചോറ് തരുന്ന നിങ്ങളെ മാപ്പലനോട് നിങ്ങൾക്ക് 1% കൂറുണ്ടെങ്കിൽ, ഞാനിത് മനസ്സിലൊന്ന് ഇറക്കി തരാനാ ഈ ഒച്ചത്തിൽ ഞാൻ പറയുന്നത്. ഉണ്ടോ ആ മോനോട് നിങ്ങൾക്ക് കടപ്പാട്? നന്റെ മോണു ബംഗാറ് മോണു, എന്ത് മോണു, എന്ത് ബംഗാറ് മോണു. നന്റെ മാപ്പല പിർസത്ത മാപ്പല, നന്റെ ജീമത്ത ഗെന്റ്, എന്ത് പിർസ, എന്ത് മാപ്പല, എന്ത് ജീമത്ത ഗെന്റ്. ഞാൻ ഇതൊക്കെ തൊള്ളക്കൂടെ ഒതുക്കാനല്ല, അവര് ചിന്തിക്കണം. പോരല്ലേ, മാമിയും മർമോൾക്ക് എന്ത് ഗലാട്ട നടന്നെങ്കിലും ചിലപ്പോ ജുട്ടടക്കമ്പൽ ചിട്ടിക്കുപോ. അതിനുണ്ടു ചില മർമ്മക്കന്മാർ തന്നെ നിങ്ങൾ വിചാരിച്ച പോലെ എന്തുമല്ല. നിങ്ങൾക്ക് അങ്ങനത്തെ മർമ്മക്കന്മാർ കിട്ടാത്ത കൊണ്ടു മാമിന്റെ ചുട്ടു പിടിച്ച് തിരിച്ചിട്ട് എന്താക്കിയിട്ടുണ്ടെങ്കിലും മാപ്പിള വരുന്ന മുമ്പ് ആ മുടിയെല്ലാം അവിടുന്ന് പാരിട്ടെടുത്തിട്ട് എന്തില്ലാത്ത പോലെ ആക്കണം. താഴെ വീണുണ്ടാവും ചുട്ടെല്ലാം പിടിച്ച് വലിച്ച മുടി. എന്ത് കരുതിനാല് ചിലപ്പോ നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാവും, അറിയാത്ത കൊണ്ടാവും. ഒരു ചിലപ്പോ നല്ല ഉമ്മമാരും നല്ല ഭാര്യമാരായിരിക്കും. കാരണം എന്തായെങ്കോ നങ്ങമേ തമ്മിൽ തീർക്കാ. അവൻ്റെ ചൊല്ല വേണ്ട, അവൻ അല്ലേ തല്ല മുമ്പ് ടെൻഷൻ ഉള്ള. ഇനിയിപ്പോ അവന്റെ ജീമ പോയി പിന്നെ നമുക്ക് ചോറ് തണ്ടവണ. ഓ പിന്നെ മരിച്ചെങ്കിൽ ചോറാറ് തരും. അത് ചിന്തിക്കണ്ടേ ഉമ്മപെങ്ങന്മാർ? ഞാനിത് വെറുതെ പറയല്ല. ഓ സഹോദരിമാരെ, നിങ്ങൾ
നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് തരുന്ന ചോറിനോട്, ആ ഭർത്താവിനോട് നിങ്ങൾക്കൊരു ചെറിയ കൂറുണ്ടോ? ഓ ഉമ്മമാരെ, നിങ്ങളുടെ ആൺമക്കള് നിങ്ങൾക്ക് അധ്വാനിച്ച് തരുന്ന ഭക്ഷണം, അതിൽ നിങ്ങൾക്കൊരു ചെറിയ കൂറുണ്ടോ? ആ നിങ്ങളുടെ മകന്റെ ഭാര്യയോട് നിങ്ങൾ പിണങ്ങരുത് കേട്ടോ, മുഖം വീർപ്പിക്കരുത് കേട്ടോ. കാരണം അത് നിങ്ങളെ മകന്റെ ഭാര്യയാണ്, ആരാര ഭാര്യയല്ല. ഇതുപോലെ തന്നെ മരുമക്കളെ, സഹോദരിമാരെ, അത് ഉമ്മ ആരാന്റെ ഉമ്മയല്ല, നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മയാണ്. ആ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചുകൂടാ. ഞാൻ എന്റെ വാലകൾക്കൊന്ന സ്ത്രീകളോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, ചിലപ്പോൾ നീയും നിന്റെ ഭർത്താവിന്റെ ഉമ്മയും ഏത് സമയത്ത് തമ്മിൽ പിണങ്ങിക്കൊണ്ടിരുന്നാൽ, ചിലപ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് വന്ന് നിന്റെ വാക്ക് കേട്ട് നിന്റെ ഉമ്മാനെ ഒന്ന് ചീത്ത വിളിച്ചാൽ, നിന്റെ ഉമ്മാനെ തെറി പറഞ്ഞാ, വേണ്ട ഉമ്മാനിക്ക് വേറെ സ്വറയില്ല ഉമ്മ എന്ന ഒരു വാക്ക് പോലും ചോദിച്ചു പോയാൽ, ആ ഉമ്മാനെ വെറുപ്പിക്കുന്ന ഒരു നോട്ടം ഉമ്മയിലേക്ക് അവനങ്ങ് നോക്കിക്കഴിഞ്ഞാൽ, നിന്റെ ഭർത്താവിന്റെ ആയുസ് ചുരുങ്ങിപ്പോകാൻ അതൊരു കാരണമായി പോയില്ലേ? നിന്റെ ഭർത്താവിന്റെ ആയുസ് ചുരുങ്ങിപ്പോകാൻ അതൊരു കാരണമായി പോയില്ലേ? ഞാനിത് വെറുതെ പറയുകയല്ല. ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ബിർറുൽ വാലിദൈനി യസീദു ഫിൽ ഉംരി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നത് ആയുസ്സിൽ വർധനമുണ്ടാകാൻ കാരണമാണ് കേട്ടോ. ആയുസ്സിൽ വർധനമുണ്ടാകാൻ ഏറ്റവും നല്ല വഴിയാണ് ഉമ്മ ബാപ്പാക്ക് ഗുണം ചെയ്യുക എന്നത്. ഇനി റിസ്ക് ചുരുങ്ങിപ്പോകാൻ